പെണ്ണുങ്ങൾ തലയിൽ തുണിയിടുന്ന 2 സമയമുണ്ട്. എപ്പോഴൊക്കെയാണെന്നറിയാവോ? ഒന്ന് ബാങ്ക് വിളിക്കുമ്പോൾ. ബാങ്ക് വിളിക്കണ സമയത്ത് പെണ്ണുങ്ങളുടെ ഒരു വെപ്രാളം കാണണം. ഇവിടെ തലേ തുണി എവിടെ എന്ന് പറഞ്ഞിട്ട് എന്നാ ബഹളമെന്നറിയോ? ഉമ്മായിക്കും ഇല്ല മോക്കും ഇല്ല. അവസാനം നോക്കുമ്പോൾ ഒരു ഷാള് കെട്ടി ഉമ്മായും മോളും കൂടെ 50-50 ഇട്ടിട്ടായിരിക്കണം. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തീർന്നു. എന്നാ ഒറ്റ ഏറ് കഴിഞ്ഞു, പിന്നെ ഷാളുമില്ല. എൻ്റെ പൊന്നാര താത്ത, ആരാ നിന്നോട് പറഞ്ഞ ബാങ്ക് വിളിക്കുമ്പോൾ തലേ തുണി ഇടണമെന്ന്? ഇനി രണ്ടാമതൊരു സമയമുണ്ട്. എപ്പോഴാ പെണ്ണുങ്ങൾ തലേ തുണി പിടിച്ചിടുന്ന രണ്ടാമത്തെ സമയം? എപ്പോഴാടോ? ഉസ്താദിനെ കാണുമ്പോൾ. എപ്പോ? ഉസ്താദിനെ കാണുമ്പോൾ. ഉസ്താദ് അല്ല ഒന്നും അല്ലല്ലോ. ഉസ്താദിനെ കാണുമ്പോൾ തലമറയ്ക്കണമെന്ന് ആരാ നിനക്ക് പഠിപ്പിച്ചു തന്നെ? താത്ത മറയ്ക്കുവാണെങ്കിൽ എപ്പോഴും മറയ്ക്കണം. അത് പണ്ട് ഉസ്താദന്മാരെ കാണുമ്പോൾ തലേ തുണി ഇടുന്ന കാലം പണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളത് കൂടെ വേണമെങ്കിൽ താഴോട്ട് പിടിച്ചിടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പൊന്നാര ചങ്ങാതിമാരെ, റമളാന നിനക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റും. രാവിലെ ഭക്ഷണം കഴിക്കാൻ എന്തായാലും എഴുന്നേക്കുമല്ലോ, അലാറം വെക്കും. ആമിന, എൻ്റെ വീട്ടിൽ ലൈറ്റ് കണ്ടില്ലെങ്കിൽ വിളിക്കണേന്ന് അയൽവാസിയോട് പറയും. വാപ്പാനോട് വിളിച്ചു പറയുന്നു, വാപ്പ എഴുന്നേക്കുമ്പോൾ എന്നെ വിളിച്ചേക്കണേ എന്ന് നമ്മൾ വിളിച്ചു പറയും. എന്തായാലും എഴുന്നേക്കും. 2 റക്അത്ത് നിസ്കരിച്ചു പഠിക്ക്. അൽഹംദുലില്ലാ, ഒരു സുന്നത്തിന് 1 ഫർളിൻ്റെ കൂലി, ഒരു ഫർളിന് 70 ഫർളിൻ്റെ കൂലി. മക്കളെ, ളുഹാ നിസ്കരിക്കാം. മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ നിസ്കരിക്കാം. അൽഹംദുലില്ലാ, തറാവീഹ് നിസ്കാരം 20 റക്അത്ത് അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏത് പള്ളിയിലാടാ ഏറ്റവും എളുപ്പത്തിൽ തീരുന്നതെന്നാ ഇപ്പോഴേ തിരക്കി വെച്ചേക്കാം. ഒരുത്തം പറയുന്നു അവിടെ 9:15 തീരുവളി, അവിടെ സൂപ്പർ ഫാസ്റ്റാ. അപ്പുറത്ത് പറയുന്നു ഇപ്പുറത്ത് അളിയ മിന്നല, വല്ലുഹാ മുതൽ ഓടുന്നു. പടച്ചോ നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിള്ളേർ പറയുന്നു ഏറ്റവും എളുപ്പത്തിൽ തീരുന്ന പള്ളി തിരഞ്ഞിട്ട് നടക്കുക. എൻ്റെ പൊന്നാര ചങ്ങാതി, അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. സഹോദരിമാരെ, മക്കളെ, തറാവീഹ് നിസ്കരിക്കുക. സുന്നത്തുകൾ തഹജ്ജുദ് എത്രത്തോളം സുജൂദ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം സുജൂദ് ചെയ്താ നിന്റെ മുഖത്ത് നോക്കുമ്പോൾ കാണാം നിനക്ക് ഈമാനുണ്ടെന്ന്. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം ഈമാനുള്ള മരണമാണോ ഈമാനില്ലാത്ത മരണമാണോ. മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ പോകണം, നെറ്റിത്തടം വിയർക്കും മരിച്ച ഉടനെ. ഈമാനുള്ള മരണമാണെങ്കിൽ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ വാപ്പ മരിച്ചു, ഓടി റൂമിൽ കയറി ചെന്ന ഉടനെ ഉപ്പാന്റെ മുഖത്ത് നോക്കുമ്പോൾ നെറ്റിത്തടം വിയർത്തിട്ടുണ്ടാകും. മൂക്കിന്റെ ദ്വാരം പതിവില്ലാതെ വികസിച്ച് നിൽക്കും. മുഖത്തൊരു പ്രകാശം, ചുണ്ടിലൊരു പുഞ്ചിരി, റൂമിൻ്റെ അകത്ത് വല്ലാത്ത ഒരു സുഗന്ധം. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ.